സന്തോഷത്തിന്റെ പല സന്ദർഭങ്ങളും കടന്നുവരാറുണ്ട്. സങ്കടത്തിന്റെ പല സന്ദർഭങ്ങളും കടന്നുവരാറുണ്ട്. വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ഒരു വീട് വാങ്ങാൻ നിൽക്കുന്നുവെന്നത് അയാൾക്കൊരു സന്തോഷകരമായ കാര്യമാണ്. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാഹനം വാങ്ങണമെന്നുള്ള സ്വപ്നം പൂവണിയാൻ പോകുന്നുവെന്നത് അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഒരു വിസ ലഭിക്കാൻ പോകുന്നുവെന്നതും നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിവാഹാലോചന വരുന്നുവെന്നുള്ളതും നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഇത്തരം പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. ചില ആളുകളുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു സന്തോഷം അത് പൂർണ്ണമായി നമ്മിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ആളുകളോട് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങും. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ഞാൻ ഇന്ന ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നു, എനിക്ക് ഇത്ര നല്ലൊരു ജോലി കിട്ടാൻ പോകുന്നു, എന്റെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ പോകുന്നു എന്നിങ്ങനെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങൾ പൂർണ്ണമായി എത്തുന്നതിന്റെ മുമ്പ് തന്നെ അതിനെക്കുറിച്ച് കാണുന്നവരോട് മുഴുവനും പറയുന്ന ആളുകളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട്? വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഈ വിഷയത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദ എന്ത് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിൽ കത്മാൻ. നിങ്ങൾക്ക് ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ വരാനിരിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരോട് പറയുന്നതിനു പകരം അത് മറച്ചുവെക്കേണ്ട ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചുവെക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങളുടെ ആ ആഗ്രഹ സഫലീകരണത്തിന് പൂർത്തീകരണത്തിന് കാരണമായി തീരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മറച്ചുവെക്കണമെന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ തുടർച്ചയിൽ പറയുന്നത്, ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്. എല്ലാ അനുഗ്രഹങ്ങൾക്കു പിന്നിലും അസൂയ വെക്കുന്ന ആളുകളുണ്ടാകും. അസൂയ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുന്നവന്റെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് അസൂയക്ക് ഫലമുണ്ടാകാം എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന ഇത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ച്, ആനന്ദങ്ങളെക്കുറിച്ച് കാണുന്നവരോട് മുഴുവനും പറയുന്നതിനു പകരം മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കേണ്ടവരിൽ നിന്ന് മറച്ചുവെക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, സിർറുക അസീറുക വഇൻ തകല്ലംത ബിഹി സിർത അസീറഹു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്വകാര്യതകൾ നിങ്ങളുടെ അടിമയാണ്. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവ പുറത്തേക്ക് പോവുകയില്ല. എന്നാൽ ആ രഹസ്യമാക്കി വെക്കേണ്ടുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ അന്നു മുതൽ നിങ്ങൾ അവരുടെ അടിമയായിരിക്കും. ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ടിയിരുന്നൊരു സ്വകാര്യതയെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് ഞാൻ പറയുന്നതുവരെ ആ സ്വകാര്യത എന്റെ അടിമയാണ്. എന്റെ പെർമിഷൻ ഇല്ലാതെ അത് പുറത്തേക്ക് പോവുകയില്ല. ഞാൻ എന്റെ സുഹൃത്തിനോടത് പറഞ്ഞത് എന്നാണോ അന്നു മുതൽ ഞാൻ അയാളുടെ അടിമയാകേണ്ടി വരും. ആ രഹസ്യം അയാൾ മറ്റാരോടെങ്കിലും പറയുമോ എന്നുള്ള ഭയത്തിന്റെ പേരിൽ എനിക്കിഷ്ടമില്ലാത്ത പലതും അയാൾക്ക് വേണ്ടി ഞാൻ പറയേണ്ടി വരും. എനിക്കിഷ്ടമില്ലാത്ത പലതും അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് സംഭവിച്ചു? സ്വകാര്യതകളെ സൂക്ഷിക്കേണ്ടതിന് പകരം മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുള്ള പറയുന്നുണ്ട്, ഇദൽ മർഉ അഫ്ശാ സിർറഹു ബിലിസാനിഹി വലാമ അലൈഹി ഗൈറഹു ഫഹുവ അഹ്മഖു ഇദാ ضاق صدر المرء عن سر نفسه فصدر الذي يستودع السر أضيق. മനോഹരമായ വരികളിൽ കൂടി ഇമാം ഷാഫിഈ റഹ്മഹുള്ള നമ്മോട് പറയുകയാണ്, ഒരു വ്യക്തി തന്റെ സ്വകാര്യമാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യത്തെ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്ത് അത് മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ ആ സുഹൃത്തിനെ ആക്ഷേപിക്കുന്ന എത്ര വലിയ വിഡ്ഢിത്തമാണ്. ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ടിയിരുന്നൊരു കാര്യം എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു. ആ സുഹൃത്ത് അത് മറ്റൊരാളോട് പറഞ്ഞപ്പോ ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിക്കുക, എന്ത് പണിയാ നീ ചെയ്തത്? ഞാൻ നിനക്കൊരു സ്വകാര്യം പറഞ്ഞു തന്നിട്ട്, എന്റെ ഒരു രഹസ്യമായ കാര്യം പറഞ്ഞു തന്നിട്ട് നീ മറ്റുള്ളവരോട് പറഞ്ഞുവല്ലേ, എന്തു പണിയാ നീ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കുന്നുവെങ്കിൽ ഞാൻ അത്ര വിഡ്ഢിയാണ്. എന്താ കാരണം? ഇമാം ഷാഫിഈ റഹ്മഹുള്ള പറയുന്നത്, ഇദാ ضاق صدر المرء عن سر نفسه
ഫസദുറുല്ലദീ യസ്തൗദിഉ സിർറ അദ്യഖു. എന്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന സ്വകാര്യതയെ എനിക്ക് പോലും സൂക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ അയാളോട് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് അയാളുടെ ഒരു സ്വകാര്യതയും എന്റെ സ്വകാര്യത കൂടെ സൂക്ഷിക്കാൻ പറ്റുക? അതുകൊണ്ട് അയാളെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന സ്വകാര്യതകളെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. രഹസ്യമായി വെക്കേണ്ടുന്ന കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കാതിരിക്കുക എന്ന് പറയുന്നത് പാപമോചനത്തിന് പോലും തടസ്സമായേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, മുജാഹിറുകളായ ആളുകൾക്കൊഴികെ. സുഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആളുകൾ രാത്രിയിൽ ആരും കാണാതെ തെറ്റുകൾ ചെയ്യും. സ്വകാര്യ ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ തെറ്റുകൾ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ചെയ്ത തെറ്റിനെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കാമായിരുന്നു. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് കാണിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു അതിനെ മറച്ചുവെച്ചു. അള്ളാഹു ആ തെറ്റിനെ മറച്ചുവെച്ചു. എന്നിട്ട് പ്രഭാതമാകുമ്പോ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോ ഈ വ്യക്തി തന്നെ മറ്റുള്ളവരോട് പറയാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തു, എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് അള്ളാഹുവിനോട് പറയേണ്ടതിനു പകരം ജനങ്ങൾക്ക് മുമ്പിൽ അതിനെ പരസ്യപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയുടെ പാപമോചനത്തിന് പോലും തടസ്സമായേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സ്വകാര്യതകളെ സ്വകാര്യമായി മനസ്സിലാക്കുവാനും അതപ്രകാരം സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വകാര്യതകൾ മാത്രമല്ല, മറ്റു പലരുടെയും സ്വകാര്യതകൾ നമുക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കളുടെ സ്വകാര്യതകൾ അറിയാം, നമ്മുടെ ഭാര്യയുടെ രഹസ്യം അറിയാം, മക്കളുടെ രഹസ്യം അറിയാം, ഭർത്താവിന്റെ രഹസ്യം അറിയാം, കുടുംബത്തിലുള്ള പലരുടെയും രഹസ്യം നമുക്കറിയാം. നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ അവരുടെ രഹസ്യവും സൂക്ഷിക്കാൻ പറ്റണം. നമ്മുടെ സുഹൃത്ത് നമ്മളോടൊരു കാര്യം പറഞ്ഞു, അതൊരു സ്വകാര്യ കാര്യമാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അയാളത് പറയുന്ന ആ ശൈലിയിൽ നിന്ന് അതൊരു രഹസ്യ കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഹദ്ദസ അർ-റജുലു ബിൽ ഹദീസ് സുമ്മ ഇൽതഫത ഫഹിയ അമാന. നിങ്ങളോട് ഒരാൾ ഒരു കാര്യം പറയുന്നു, ആ പറയുന്ന സമയത്ത് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? മറ്റാരും കേൾക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. സ്വകാര്യമാണ് സംസാരമെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഫഹിയ അമാന, അത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന പല സ്വകാര്യതകളും ഉണ്ടാകും. മറ്റാരും അറിയരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യതയെ സൂക്ഷിക്കുവാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അതുപോലെയുള്ളത് സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം. നമ്മുടെ സ്വകാര്യത മറ്റുള്ളവർ അറിയരുത് എന്ന് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യതകളും സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ രഹസ്യം സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായ ചില ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഡോക്ടർമാർ. ഒരു രോഗി ഡോക്ടറുടെ മുമ്പിലെത്തുമ്പോ തന്റെ രോഗത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അയാൾ സ്വന്തം ഭാര്യയോട് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല, സ്വന്തം മക്കളോട് പോലും പറഞ്ഞിട്ടുണ്ടാവുകയില്ല, തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയാത്ത രഹസ്യമായി താൻ കാണുന്ന രോഗത്തെ ഡോക്ടർക്ക് മുമ്പിൽ തുറന്നു പറയുന്നു ഒരു രോഗി. ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് അമാനത്തായി സൂക്ഷിക്കുവാൻ ആ ഡോക്ടർക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വക്കീലിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി എത്തുമ്പോ ആ കുറ്റവാളിയെ കുറിച്ച് മറ്റുള്ളവർക്കറിയാത്ത പല കാര്യങ്ങളും ഈ വക്കീലിനറിയാൻ സാധിച്ചേക്കും. അത് രഹസ്യമായി സൂക്ഷിക്കുവാനും പറയേണ്ടിടത്തു മാത്രം പറയുവാനും അയാൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പോലീസുകാരന്റെ അടുക്കൽ കിട്ടുന്ന ഒരു കുറ്റവാളിയെ കുറിച്ച് പലതും
അന്വേഷിച്ചറിയുവാൻ ആ പോലീസുകാരന് സാധിക്കുന്നുണ്ടാകും. അയാളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പരസ്യപ്പെടുത്തുക എന്നതിന്റെ ആവശ്യകതയില്ല. അയാൾ ചെയ്തിട്ടുള്ള തെറ്റിന്റെ ശിക്ഷ അയാൾക്ക് നൽകാമെന്നതിനപ്പുറം ഈ രൂപത്തിൽ ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നാലോചിക്കണം. അതേപോലെ തന്നെയാണ് കൗൺസിലേഴ്സ്. കൗൺസിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വ്യക്തി അയാളുടെ മനസ്സ് തുറന്നു പലതും പറഞ്ഞുകൊടുക്കും. പല കൗൺസിലേഴ്സും പിന്നെ എന്ത് ചെയ്യും? ഈ വ്യക്തിയുടെ ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കും. ഒരിക്കലും ഇന്ന വ്യക്തിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന നിലക്ക് അവതരിപ്പിക്കാതെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. വ്യക്തിയെ പരിചയപ്പെടുത്താതെ, വ്യക്തിയുടെ പേര് പറയാതെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും പറയാമെന്നല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ചും അയാളുടെ സ്വകാര്യതകൾ പുറത്തു പറയാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളും ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അതിനായിട്ടുള്ള ആളുകളുണ്ടാവും. അവരെയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ എല്ലാ സ്ഥലത്തും എത്തിക്കുക. അവരെ ഏൽപ്പിക്കുകയും ചെയ്യും, അവരത് ചെയ്യുകയും ചെയ്യും. എന്നാൽ ആരെങ്കിലുമല്ല മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, മറിച്ച് ആ മയ്യത്തിനെ കുറിച്ച് ആ വീട്ടിലുള്ള പലർക്കും അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് അറിയാൻ സാധ്യതയുണ്ട്, അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ അമാനത്തുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയെയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നമുക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം, നമ്മളത് പഠിക്കണം. നമ്മുടെ പിതാവ് മരിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാവ് മരിച്ചാൽ, നമ്മുടെ മക്കൾ മരിച്ചാൽ, സഹോദരങ്ങൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ അവരെ കുളിപ്പിക്കാൻ നമുക്കറിയണം, നമ്മളത് പഠിക്കണം. അവിടെ നമുക്ക് സ്വകാര്യതകൾ പലതുമുണ്ട്. അത് സൂക്ഷിച്ചു വെക്കുന്ന, അമാനത്തുകൾ സൂക്ഷിച്ചു വെക്കുന്നവർ നമ്മളാകുമ്പോ നമുക്കത് പഠിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വന്തം സ്വകാര്യതകളെ മറ്റുള്ളവരോട് പറയുന്ന ചില ആളുകളുണ്ട്. സ്വന്തം സ്വകാര്യതകളെ മറ്റുള്ളവരോട് പറയുന്നവർ, അക്കൂട്ടത്തിൽ പലപ്പോഴും പെട്ടുപോകുന്നവരാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പെൺകുട്ടികൾ. അങ്ങനെ പെട്ടുപോകും. ചില പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെന്താ വിചാരിക്കുക? എന്റെ ഭർത്താവ് എന്റെ എല്ലാമാണ്, അദ്ദേഹത്തിന് പ്രശ്നമല്ല, എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതൊക്കെ കേട്ടിട്ടുണ്ട്, എന്നോട് നെഗറ്റീവായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നതായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുക. ഈ ചിന്താഗതി മുന്നിൽ വെച്ച് തന്റെ സ്കൂൾ തലത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്ലസ് ടുവിന് പഠിക്കുമ്പോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോ, കോളേജ് തലങ്ങളിൽ പഠിക്കുമ്പോ സംഭവിച്ചിട്ടുള്ള അരുതായ്മകൾ മുഴുവനും ഈ ഭർത്താവിനോട് പറയുന്ന പെൺകുട്ടികളുണ്ട്. ഒരിക്കലും അത് ചെയ്യേണ്ടതില്ല, മറിച്ച് ആ ഭർത്താവിന്റെ മുമ്പിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തിന്മകളെ എടുത്തു പറയുന്നതിന് പകരം ജീവിതത്തിൽ നന്മകൾ പറയാം. സംഭവിച്ച പാപങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് പറയേണ്ടത്. അതല്ലെങ്കിലോ എന്താ സംഭവിക്കുക? ഒരുപക്ഷെ ഈ സമയത്ത് ഭർത്താവ് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും, അതൊക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ മധുരം മാറി കയ്പ് വരുന്നൊരു ദിവസമുണ്ട്. കുടുംബജീവിതത്തിന്റെ മധുരം മാറി കയ്പ് വരുന്നൊരു സമയത്ത് ഈ പെൺകുട്ടി കൊടുത്ത മുഴുവൻ വടികളും ഇവൾക്കെതിരെ അടിക്കുവാൻ ആ ഭർത്താവ് ഉപയോഗിച്ചേക്കും. അതുകൊണ്ട് തന്നെ രഹസ്യം മറ്റൊരാളോട് പറയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട തലങ്ങളിൽ അത് സൂക്ഷിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരുടെ പല സ്വകാര്യതകളും അറിയുന്നുണ്ടാകും അവർക്ക്, മറ്റു പലർക്കും അറിയാത്ത സ്വകാര്യതകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ ഗണത്തിൽപ്പെട്ടവരാണ് ആരെന്നോ? സ്വന്തം ഭാര്യയുടെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് അത് പരസ്യപ്പെടുത്തുന്ന ആളുകൾ. കൂട്ടുകാർക്കിടയിൽ സ്വന്തം ഭാര്യയുടെ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്ന ആളുകൾ. ഇതേപോലെ തന്നെ ഭർത്താവിന്റെ സ്വകാര്യതകൾ ഭാര്യയും പരസ്യപ്പെടുത്താൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ പോലും അവളെക്കുറിച്ചറിയാവുന്ന രഹസ്യകാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഈ സ്വകാര്യതയുടെ വിഷയം ഏറെ ശ്രദ്ധിച്ചതായി നമുക്ക് കാണാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് അവരെ ഖുനൈസ് ബിൻ ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും തന്റെ ഹഫ്സ എന്ന മകളെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ രണ്ടുപേരും പോസിറ്റീവായ മറുപടി പറഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും വിവാഹം കഴിക്കാമെന്നുള്ള റിപ്ലൈ നൽകിയില്ല.
ഉമർ റളിയല്ലാഹുവിന് മാനസികമായി വിഷമമുണ്ടായി. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉമറേ, അന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോ ഞാൻ മൗനം പാലിച്ചതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടാകുമല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, വിഷമമുണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു സ്വകാര്യതയായിരുന്നു, അതൊരു രഹസ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറയാതിരുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം സേവനം ചെയ്ത സ്വഹാബിയാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് വൈകിയെത്തിയപ്പോ മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, മാ ഹബസക്, മോനെ, എന്താണ് നിന്നെ തടഞ്ഞു വെച്ചത്? എന്താണ് വീട്ടിലേക്ക് നീ വൈകാൻ കാരണം? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാജത്തില്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചതായിരുന്നു. ആ സമയത്ത് ഉമ്മ ചോദിക്കുകയുണ്ടായി, അയ്യ ഹാജത്തിൻ യാ ബുനൈ, മോനെ, എന്തു കാര്യത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ പറഞ്ഞയച്ചത്? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, യാ ഉമ്മാ ഇന്നഹാ സിർ. ഉമ്മ, അതൊരു സ്വകാര്യമാണ്, അതൊരു രഹസ്യമായ കാര്യമാണ്. ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താ? യാ ബുനൈ ഇഹ്ഫദ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിർറ ഇഹ്ഫദ് അലയ്യ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യത എന്റെ മുമ്പിൽ നീ മറച്ചു വെച്ചോ, ഒരു പ്രശ്നവുമില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതിൽ നമുക്ക് പല പാഠങ്ങളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു കൊടുത്തത് തന്റെ 10 മുതൽ 20 വയസ്സുവരെയുള്ള കാലഘട്ടത്തിനിടയിലാണ്. അഥവാ 20 വയസ്സിന് താഴെയുള്ളപ്പോഴാണ്. 20 വയസ്സിന്റെ താഴെയുള്ളപ്പോഴാണ്. ആ സമയത്ത് തന്നെ സ്വകാര്യതകളെ സ്വകാര്യമായി സൂക്ഷിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് അനസ് റളിയല്ലാഹു അൻഹു. നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കണം. മാത്രമല്ല, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സ്വകാര്യമാണെന്ന് കേട്ട മാത്രയിൽ പറഞ്ഞതെന്താ? എന്നോട് പറഞ്ഞോളൂ, ഞാൻ ആരോടും പറയില്ല എന്നല്ല. ചില ഉമ്മമാരൊക്കെ എങ്ങനെ പറയാ, ഏത് സ്വകാര്യതയാണെങ്കിലും എന്നോട് പറയാൻ പറ്റാത്ത എന്ത് സ്വകാര്യതയുള്ളത്? ഞാൻ ആരോടും പറയില്ല, നിനക്ക് എന്നെ വിശ്വാസമല്ല, എന്നോട് പറഞ്ഞോളൂ. പക്ഷേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുസ്ലിം ഉമ്മത്തിനു മാതൃകയാണ്. മുസ്ലിം ഉമ്മത്തിനു മാതൃകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, സഹോദരിമാർ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്വന്തം മകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കാര്യം സ്വകാര്യമാണെന്ന് പറഞ്ഞപ്പോ, ഇഹ്ഫൽ, മോനെ, നീ അതിനെ സൂക്ഷിച്ചു വെക്കുക എന്ന് സ്വന്തം മകന് നിർദ്ദേശം നൽകിയതായി കാണാൻ സാധിക്കുന്നു. അപ്പൊ ജീവിതത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടവരുടെ മുമ്പിൽ സ്വകാര്യമായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴേക്ക് സ്വന്തം ഉമ്മയോട് പറയാൻ പാടില്ല എന്നാണോ? അല്ല. സ്വന്തം ഉപ്പയോട് പറയാൻ പാടില്ല എന്നാണോ? അല്ല. മറിച്ച് നമ്മൾ ആരോടിത് പറഞ്ഞാൽ അസൂയയുണ്ടാകാൻ സാധ്യതയുണ്ട്, അവരിൽ നിന്ന് അതിനെ മറച്ചുവെക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ സന്തോഷത്തിന്റെ സാഫല്യത്തിന് അനുഗുണമായിട്ടുള്ളത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്ന് പറയുമ്പോ അത് ചെറിയ മക്കളുടെ സ്വകാര്യതയാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. സ്കൂളിൽ എക്സാം കഴിഞ്ഞു, ടീച്ചർ എല്ലാവരുടെയും പേര് വിളിച്ചുകൊണ്ട് പേപ്പർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കുട്ടികളും പേപ്പർ വാങ്ങിയിട്ട് അവരുടെ മാർക്ക് ഇങ്ങനെ കൂട്ടി നോക്കുക. നമ്മുടെ കുട്ടിക്കും പേപ്പർ കിട്ടി. സന്തോഷത്തോടെ അവൻ പോയിട്ട് പേപ്പർ വാങ്ങിച്ചു, മാർക്ക് നോക്കി. ഉടനെ ആ പേപ്പർ മടക്കി ചുരുട്ടി ബാഗിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച് തല ആ ബാഗിന് മുകളിൽ അമർത്തി വെച്ചുകൊണ്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു സ്വകാര്യതയുണ്ട്. അതെന്താ? തനിക്ക് മാർക്ക് കുറഞ്ഞു പോയത് മറ്റാരും അറിയരുത് എന്നുള്ള മനസ്സിന്റെ ആഗ്രഹം ആ കൊച്ചുമോനുണ്ട്. ആ മകൻ വീട്ടിൽ വന്നു, പേപ്പർ നമുക്ക് കാണിച്ചു തന്നോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങിയോ, അവന്റെ മാർക്ക് കണ്ടു. അവന്റെ മാർക്ക് നമ്മൾ കണ്ടു. അവന് മാനസികമായി വേദനയുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോ, നമ്മുടെ സുഹൃത്തുക്കൾ വരുമ്പോ ഈ മകനെ കുറിച്ച് പരസ്യമായിട്ട് പറയാ, പഠിക്കൂല, 2 മാർക്ക് അവന് കിട്ടിയത്.
1 മാർക്ക് അവന് കിട്ടിയത്, 0 അവന് കിട്ടിയത്. ചെയ്യരുത് നമ്മൾ. കാരണം ഇതുകൊണ്ടൊരു പോസിറ്റീവ് എനർജിയും കിട്ടാനില്ല. മറിച്ച് നമ്മുടെ മകൻ രഹസ്യമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തെ നമ്മളായി പിച്ചി ചീന്തി അവന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്നൊരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മുടെ മക്കളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അസുഖങ്ങളുണ്ടാവും. നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അറിയരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മക്കളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോ അത് കുടുംബങ്ങളോടും നാട്ടുകാരോടും ചർച്ച ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ വെച്ച്. നമുക്ക് ആ രോഗത്തെക്കുറിച്ച് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നല്ലാതെ ചോദിക്കുക, അവർ കേൾക്കാത്ത രൂപത്തിൽ ചോദിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ആ മകൻ സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തെ നമ്മളായി പരസ്യപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും അവർക്ക് അവരുടെ നഗ്നത പുറത്തു കാണുന്നതിൽ നാണമുണ്ടാകും. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ മനസ്സ് വേദനിക്കരുത്. നമ്മൾ ചിലപ്പോൾ അവരോട് പറയും, നീ പോന്നോ, ചെറിയ കുട്ടിയല്ലേ, പ്രശ്നമില്ല, ട്രൗസർ ഇട്ടില്ല, കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ഇട്ടാ മതി. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സ്വകാര്യതയുണ്ട്. എന്റെ ഔറത്ത് മറ്റാരും കാണരുത്. ആ ഒരു ചിന്താഗതിയെ നമ്മളായി തച്ചുടക്കരുത്. അവന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും അറിയുവാനും അത് അവന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമ്മൾ പാലിക്കേണ്ടുന്ന നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് പാരത്രിക മോക്ഷത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വകാര്യതകൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചില സ്വകാര്യതകൾ നമ്മൾ ചില ആളുകളോട് പറയേണ്ടി വരും. ഏതിന്? ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ഒരു സുഹൃത്ത് വിവാഹം കഴിഞ്ഞു, അയാൾ ഗൾഫിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അയാളുടെ ഭാര്യ നാട്ടിലാണ്. ഭാര്യ മറ്റു പലരോടുമായി സ്വകാര്യമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു പലരുമായി ബൈക്കിന്റെ പിറകിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ സുഹൃത്ത് ഇഷ്ടപ്പെടാത്ത പല പ്രവൃത്തിയും, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല പ്രവൃത്തിയും എന്റെ സുഹൃത്തിന്റെ ഭാര്യ ചെയ്യുന്നത് ഞാൻ കാണുന്നു. സ്വകാര്യമായിട്ടാണ് അവളത് ചെയ്യുന്നത്. പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, എനിക്കത് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ സുഹൃത്തിനോടത് പറയാ, അയാളെ മനസ്സ് എത്ര വേദനിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും പറയും. നാട്ടിലുള്ളവരോട് മുഴുവനും പറയും, ആ പെണ്ണ് നടക്കണ്ടില്ലേ, എത്ര നല്ല മനുഷ്യനയാൾ, എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് നാട്ടിലുള്ളവരോട് മുഴുവൻ പറയും. അയാളെ ആ വിവരം അറിയിക്കുകയില്ല. ചെയ്യരുതിത്. നാട്ടിലുള്ളവരെ അറിയിച്ചിട്ട് നമുക്കൊന്നും ലഭിക്കാനില്ല. മറിച്ച് ആ പെണ്ണിനെ ഉപദേശിക്കാൻ പറ്റിയവർ, സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടോ, അവരോട് പറഞ്ഞ് ഉപദേശിക്കാൻ ആവശ്യപ്പെടുക. അതുകൊണ്ട് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ ആരോട് പറഞ്ഞാലാണ് ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാവുക എന്നാലോചിച്ച് അവരോട് മാത്രം ഈ വിഷയം പറയാനും മറ്റുള്ളവർക്ക് മുമ്പിൽ ഇതിനെ രഹസ്യമായി സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ, അവരുടെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുമായി തെറ്റായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ മക്കൾ വിചാരിക്കും ചിലപ്പോ, ഇതൊരു സ്വകാര്യമായ കാര്യമല്ലേ, ഇത് രഹസ്യമല്ലേ, ഇത് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് ആരോടും പറയാതെ നടക്കില്ല ചെയ്യുക. മറിച്ച് ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളോടൊക്കെ പറയും. പക്ഷേ ആ കുട്ടിയുടെ രക്ഷിതാവിനോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്കറിയണം. ഒന്നാമതായി എടുക്കേണ്ട സ്റ്റെപ്പ്, ആ പെൺകുട്ടിയെ ഉപദേശിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ അതിനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അതിന് കഴിയുന്നില്ല എങ്കിൽ ഈ വിഷയം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. സ്വന്തം മാതാപിതാക്കളോട് പോലും പറയേണ്ടതില്ല. മറിച്ച് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നതായ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. പലതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പലതും നമുക്കറിയുവാനുണ്ട്. അറിഞ്ഞ പലതും അറിയാഭാവത്തിൽ നമ്മൾ നടക്കുന്നുണ്ട്. അപകടമാണ് ഇതിലൂടെയൊക്കെ വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കുവാനും അതിലൂടെ ഇഹപര വിജയം നേടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ ശ്രമിക്കണമെന്ന്
ഒരിക്കൽ കൂടി സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സ്വന്തം സ്വകാര്യതകളാണെങ്കിലും മറ്റുള്ളവരുടെ രഹസ്യങ്ങളാണെങ്കിലും സൂക്ഷിക്കേണ്ടവരിൽ നിന്ന് അതിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ മുമ്പിലെത്തുമ്പോഴേക്ക് പരസ്യപ്പെടുത്തി അതിന്റെ ഫലപ്രാപ്തി നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ മുതിരാൻ പാടില്ല എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അസൂയ കൊണ്ടുണ്ടാകുന്ന അപകടം മനസ്സിലാക്കി രഹസ്യങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുവാൻ പ്രവാചകന്മാര് പോലും അവരുടെ മക്കളെ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നതായി സ്വപ്നം കാണുന്നു. ഈ വിവരം സ്വന്തം പിതാവ് യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയി പറയുമ്പോ പിതാവ് മകന് കൊടുത്ത ഉപദേശമുണ്ട്, യാ ബുനൈ, പൊന്നുമോനെ, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നിന്റെ സഹോദരന്മാരോട് പോലും നീ പറഞ്ഞു പോകരുത്. ഫയകീദു ലക കൈദാ, അവർ നിനക്കെതിരെ തന്ത്രം പ്രയോഗിച്ചേക്കാം. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, തീർച്ചയായും ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അസൂയ വരാൻ സാധ്യതയുള്ളത് സഹോദരന്മാരിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ സഹോദരന്മാരോട് പോലും ഈ രഹസ്യമായ കാര്യം പറയരുത് എന്നതാണ് യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സ്വകാര്യതകളെ സ്വകാര്യമായി സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. നല്ല ഒരു ജോലിയും നല്ലൊരു വിവാഹബന്ധവും നല്ലൊരു വിസയും നല്ലൊരു വീടും നല്ലൊരു വാഹനവും ഒക്കെ റബ്ബിന്റെ നിഅമത്താണ്. അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതെന്താ? അത് ആ നിഅമത്ത് പൂർണ്ണമായി നമുക്ക് ലഭിച്ചതിന്റെ ശേഷം, നമുക്കത് ലഭിച്ചതിന്റെ ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ദുരഭിമാനം നടിക്കാനല്ല, മറിച്ച് റബ്ബ് നൽകിയ നിഅമത്തിനെ എടുത്തു പറഞ്ഞ് അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു ഇങ്ങനെ നൽകി എന്ന് റബ്ബിന്റെ നിഅമത്തിനെ എടുത്തു പറയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഈ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകളെ മറ്റൊരാളോടും നമ്മൾ പറയേണ്ടതില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റു പല മതത്തിലും സംഭവിച്ചിട്ടുള്ള അരുതായ്മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കുമ്പസരിച്ചാൽ അത് പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കി ഇത്തരം കുമ്പസാരങ്ങൾക്ക് മുമ്പിൽ ജീവിതത്തിൽ അരുതായ്മകൾ എടുത്തു പറഞ്ഞപ്പോ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച പല ആളുകളുടെയും വാർത്തകൾ നമുക്കറിയാം. ഇസ്ലാം പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു അരുതായ്മയും ഒരു വ്യക്തിയോടും പറയേണ്ടതില്ല. മറിച്ച് അതിനെയൊക്കെയും നമ്മൾ പറയേണ്ടത് ആരോടാ? നമ്മുടെ സ്വകാര്യതകളെ, മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ, നെഞ്ചിൻ കൂട്ടിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെ ആരും അറിഞ്ഞിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരുവനുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് അതൊക്കെ പരസ്യമാക്കുന്ന ഒരു ദിവസമുണ്ട്. യൗമ തുബ്ലസ് സറായിർ, യൗമ തുബ്ലസ് സറായിർ, സകല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ദിവസം. മനസ്സിൽ സൂക്ഷിച്ച സകല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരും മുമ്പേ ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ പാപങ്ങളെ ആ സട്ടാവായ റബ്ബിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി പശ്ചാത്തപിച്ചു മടങ്ങി കറകളഞ്ഞ മനസ്സിന്റെ ഉടമയുമായി സട്ടാവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്കൊക്കെയും രക്ഷപ്പെടാനാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സമാധാനത്തിന്റെ സ്വർഗമാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ, അവിടെ നമുക്ക് വസിക്കണമെങ്കിൽ സട്ടാവിന്റെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുകയല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ദീൻ
കൂടുതൽ അറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളെയും ഈ വാചകങ്ങളെയും ഒരുപക്ഷെ നമ്മൾ മറന്നുപോയേക്കാം. നമ്മൾ മറന്നു പോകുന്നതിലൂടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പഠിക്കുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ ഇഹപര വിജയം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പല തെറ്റുകളും ഉണ്ടാകും, പല സ്വകാര്യതകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, പലതും നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെയും അറിഞ്ഞും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അവശേഷിക്കുന്ന ജീവിത കാലയളവിൽ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കിടയിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടാകും, മനസ്സിന്റെ ഉള്ളിൽ വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന പലരുമുണ്ട്. സാമ്പത്തിക വിഷമങ്ങൾ സ്വന്തം ഭാര്യയോടും മക്കളോടും പറയാൻ കഴിയാതെ വേദനിക്കുന്ന മനസ്സുമായി കഴിയുന്നവരുണ്ട്. മനസ്സിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും കുടുംബത്തോട് പോലും പറയാൻ പറ്റാതെ വേദനിക്കുന്ന മനസ്സുമായി കഴിയുന്നവരുണ്ട്. എല്ലാം നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവിനറിയാം. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചു. അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശാരീരികവും സാമ്പത്തികവും മാനസികവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അങ്ങ് ഗസയിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിന്റെ പഴയ അവസ്ഥകളിലേക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏതു പരീക്ഷണ ഭീതിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അല്ലാഹുവിനെ മറക്കാതെ ജീവിക്കുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.